ഹായ് എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. നമുക്കറിയാം ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഫ്രൂട്ടാണെന്ന്. വൈറ്റമിൻ സി, അയൺ, മഗ്നീഷ്യം, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അത് നമ്മുടെ സ്കിന്നും ഹാർട്ടും ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഞാനിന്നിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ആർക്കും വെറുതെ കഴിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല, കാരണം മധുരമൊക്കെ കുറച്ച് കുറവാണല്ലോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ആദ്യം നമ്മൾ അതിന് 2 അറ്റാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് ഒന്ന് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കത്തി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൊലി നീക്കിയിട്ട് നമ്മൾ കൈവച്ച് തന്നെ അതിൻ്റെ ഫ്രൂട്ട് മെല്ലനെ പുറത്തെടുക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇപ്പോൾ നാട്ടിൽ ഈ ഫ്രൂട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ജസ്റ്റ് ഞാനിതൊന്ന് അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചെന്ന് മാത്രം. ഇനി മറ്റേതും കൂടെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല തണുത്ത പാല് 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പാൽ ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക്, പഞ്ചസാര ആയാലും മതി, കുറച്ച് ഐസ് ക്യൂബ്സ്, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നല്ലൊരു സമ്മർ റിഫ്രഷിംഗ് ഡ്രിങ്ക് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.